ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഷിബിൽ. പ്രത്യേകിച്ചൊരു പണിയില്ലാതിരുന്ന പോലാണ് ടി വി കാണാമെന്ന് വെച്ചാൽ. ടി വി തുറന്നപ്പോൾ ബോട്ടിലെ വൈഫൈക്ക് എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നം. നെറ്റ് കിട്ടാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ നിൽക്കുന്നു. എന്നാൽ പിന്നെ ഇന്ന് സ്കേറ്റിംഗ് ചെയ്യാമല്ലോ എന്ന് വെച്ചു. അങ്ങനെ നേരെ ടി വി ഒക്കെ ഓഫ് ചെയ്ത് സ്റ്റോറിലേക്ക് വിട്ടു. സ്കേറ്റിംഗ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നേരെ ഞാൻ സ്റ്റോറിലെത്തിയപ്പോൾ ആകെ കൺഫ്യൂഷനായി. സ്കേറ്റിംഗ് ബോർഡ് എടുക്കണോ അതോ സ്കേറ്റിംഗ് ഷൂ എടുക്കണോ? അവസാനം എനിക്ക് ബെറ്ററായി തോന്നി സ്കേറ്റിംഗ് ഷൂ എടുക്കാനാണ്. ഞാൻ സ്കേറ്റിംഗ് ഷൂ എടുത്തത്. ഞാൻ ഈ നിൽക്കുന്ന ബോട്ടിൽ നിന്നും സ്കേറ്റിംഗ് ചെയ്യാൻ പോകുന്ന ലൊക്കേഷനിലേക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട്. ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടി അവസാനം നമ്മൾ സ്കേറ്റിംഗ് ലൊക്കേഷനിലേക്ക് എത്തി. ഇനി സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ട് ഒരു ചെറിയ ട്രെയിനിങ്ങും ചെറിയ എക്സസൈസെല്ലാം ചെയ്തിട്ട് സ്കേറ്റിംഗ് തുടങ്ങാം. സ്കേറ്റിംഗ് ചെയ്യുന്നതൊന്നും അധികം നോക്കാനൊന്നുമില്ല. നമ്മൾ വലിയ പ്രോ സ്കേറ്ററൊന്നുമല്ല. നമ്മളെ ലൊക്കേഷൻ നല്ല അടിപൊളി ലൊക്കേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏരിയ. കൂടുതൽ ആളുകളുമില്ല, വീണാലും ആരും അറിയില്ല. അത് വേറൊരു കാര്യം. നല്ല വൈബാണ്. കൂടുതൽ ബഹളമില്ല, സൗണ്ടില്ല. ഇങ്ങനെ ചുമ്മാ സ്കേറ്റിംഗ് ചെയ്തു പോവാം. എപ്പോൾ സ്കേറ്റിംഗ് ചെയ്യാൻ വന്നാലും ഈ കാണുന്ന വക്കാലയിൽ ഞാൻ കയറും. ഇവിടെ നമ്മളെ ചെക്കന്മാരുണ്ട്, 2 കാസർഗോഡുകാർ. ഈ കാണുന്ന 2 നമ്മളെ ചെങ്കളാണ്. മൂപ്പരാളെ പേര് മൂസ, നമ്മളെ ചെക്കൻ്റെ പേര് ആമിർ. ചെക്കൻ പുലിയാണ് കേട്ടോ. അവരായിട്ട് കുറച്ച് സംസാരിച്ച് നിന്ന് അങ്ങനെ കടയിൽ നിന്ന് ഒരു കോൺ ഐസ്ക്രീം എടുത്ത് ഞാനങ്ങോട്ട് വല്ല പുറത്തേക്ക് ഇറങ്ങി. സ്കേറ്റിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ചാടാനും സ്കില്ലൊന്നും അധികം അറിയില്ല. അപ്പോൾ ചെറിയ എഡ്ജെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ചാടി കടന്ന് പോകേണ്ടി വരും. ഞങ്ങൾ ട്രെയിനിങ് എടുത്തുകൊണ്ട് അപ്പോൾ പിന്നെ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് ഒക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.